ഹലോ ഫ്രണ്ട്സ്, അഞ്ജുമി ആൻഡ് അജു വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാട ഫ്രൈ ആണ്. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാട ഇതേപോലെ ക്ലീൻ ചെയ്ത് വെച്ച് ഇങ്ങനെ വര ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർക്കുക. അതിലേക്ക് വേണ്ടാവുന്ന പച്ചമുളക് ചതച്ചത്, ചുവന്നുള്ളി ചതച്ചത്, വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കരിവേപ്പില ചതച്ചത്, ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനെഗറും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നല്ലപോലെ കൈവച്ച് കുഴച്ചെടുക്കാം. 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പാകം വരുമ്പോൾ തന്നെ എടുക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അധികം ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മളുടെ കാട ഫ്രൈ ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളും ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ്? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.